അപ്പോൾ ഇനി നമ്മുടെ EVS എക്സാം ആണല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ EVS എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും മിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ കണ്ടുവച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിതാ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, നമ്മുടെ സോങ്സ് ഇൻ കേരളയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗിവൺ ബിലോ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് ഇൻ കേരള. കേരളത്തിലെ വിവിധ ഗാനശാഖകളുടെ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമുക്ക് മാപ്പിളപ്പാട്ടുണ്ട്, വടക്കൻ പാട്ടുണ്ട്, ഞാറ്റുപാട്ടുണ്ട്, നാടൻ പാട്ടുണ്ട്, അങ്ങനെ പലതരം പാട്ടുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റൂല്ലേ? യെസ്, അപ്പൊ താഴെതാ നിങ്ങൾക്ക് പെട്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളോട് ഇത് ഫില്ല് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചതെന്നല്ലേ. അപ്പൊ ഈ ഒരു ഫീച്ചേഴ്സ് നമ്മൾ വായിച്ചത് നോക്കിയിട്ട്, ഓക്കെ, ഈ ഒരു സവിശേഷതകൾ നമ്മൾ വായിച്ചു നോക്കിയിട്ട് ഇത് ഏത് ഗാനശാഖയുടെ പേരാണ്, ഏതാണ് ടൈപ്സ് ഓഫ് സോങ് എന്ന് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നൊന്ന് ചെയ്ത് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം നോക്കിയേ. സോങ്സ് ഓഫ് എ റീജിയൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. തലമുറകളായി പാടി കൈമാറിയ ഗ്രാമീണ ഗാനങ്ങൾ ഏതാണ്? തലമുറകളായിട്ട് പാടിയത് ഏതാണ്? അത് മാപ്പിളപ്പാട്ടാണോ, വടക്കൻ പാട്ടാണോ, ഞാറ്റുപാട്ടാണോ, നാടൻ പാട്ടാണോ? സിമ്പിൾ ആണല്ലേ. ഏതാണ്? നാടൻ പാട്ടുകളാണ്. തലമുറകളായിട്ട് കൈമാറിയത് നാടൻ പാട്ടുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? നാടൻ പാട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. സോങ്സ് പോപ്പുലറൈസ്ഡ് ബൈ മോയിൻകുട്ടൻ വൈദ്യർ ഇൻ കേരള. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. മോയിൻകുട്ടൻ വൈദ്യർ കേരള സമൂഹത്തിൽ പരിചയപ്പെടുത്തിയ പാട്ടുകളെ നമ്മൾ എന്താ വിളിക്കാറ്? ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നിന് ആൻസർ നാടൻ പാട്ട് എഴുതി, ഇനി അത് നോക്കേണ്ടതില്ല. ഇനി അടുത്ത മൂന്നെണ്ണം നോക്കുക. മാപ്പിളപ്പാട്ടാണോ, വടക്കൻ പാട്ടാണോ, ഞാറ്റുപാട്ടാണോ? മോയിൻകുട്ടി വൈദ്യർ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം? നമ്മുടെ മാപ്പിളപ്പാട്ട് ഓർമ്മ വരണം. ആരാണ്? മാപ്പിള പാട്ട്. ഓക്കെ, അപ്പൊ മോയിൻകുട്ടി വൈദ്യരുടേതാണ് ആയത് മാപ്പിളപ്പാട്ട്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സോങ്സ് ഡിസ്ക്രൈബിംഗ് ദ വാലർ ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ്. അംഗചേകവരുടെ വീരസാഹസികതകൾ വർണ്ണിക്കുന്ന പാട്ടുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഒരു സംശയം വേണ്ട, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വടക്കൻ പാട്ടുകൾ എന്ന് വിളിക്കുന്നത്. വടക്കൻ പാട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വടക്കൻ പാട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോങ് സങ് ബൈ ഫാമേഴ്സ് വിത്ത് ദ റിതം ഓഫ് പ്ലാന്റിംഗ് പാഡി. ഓക്കെ, ഞാറ് നടുന്ന തൊഴിലാളികൾ താളത്തിനൊത്ത് പാടുന്ന പാട്ടുകൾ. ഇങ്ങനെ ഞാറ് നടുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടുകളെ നമ്മൾ എന്താണ് വിളിക്കാറ്? ഞാറ്റുപാട്ട്. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഹിന്റ് തന്നിട്ടുണ്ട് അല്ലേ. ഞാറ്റുപാട്ട് എന്നാണ് വിളിക്കാറ്. ഓക്കെ, ഈസി ആണല്ലോ. യെസ്, ഞാറ്റുപാട്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും കൂടെ എഴുതി വെക്കാം. പാട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. അപ്പൊ ഇതൊരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ A ക്വസ്റ്റ്യൻ മാത്രമായിട്ടുള്ളൂ. ഇനി ഒരു B ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ B ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത് നോക്കിയേ. ഓമന തിങ്കൾ കിടാവൂ നല്ല കോമള താമര പൂവോ. ഈ പാട്ട് നമ്മൾ ഒത്തിരി തവണ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അല്ലേ. അപ്പൊ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഡസ് ദ സോങ് ബിലോങ്സ് ടു? ഓക്കെ, പ്രശസ്തമായ ഈ ഗാനം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഇത് വഞ്ചിപ്പാട്ടാണോ? അല്ല. ഇത് താരാട്ടുപാട്ടാണോ? ആ ഒരു സംശയം ഉണ്ട് അല്ലേ. ഞാറ്റുപാടാണോ? അല്ല. ഞാറ് നടുമ്പോഴാണ് ഞാറ്റുപാട്ട് പാടാറില്ലേ. ഇനി അടുത്തത് എന്താണ്? വടക്കൻ പാട്ട് വീരസാഹസികത കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതും അല്ലെന്നറിയാം. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു വാവുകളൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ട് താരാട്ട് പാടുന്നതാണ് ഏത്? നമ്മുടെ ഓമന തിങ്കൾ കിടാവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് ഇത് ഇപ്പൊ തന്നെ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ മിസ്സിന്റെ മഞ്ഞ പൂക്കൾ കൊണ്ട് നിറയ്ക്കുക. ഓക്കെ, then bye. Thank you.